നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ശക്തമാകുമ്പോൾ പ്രസക്തി നഷ്ടപ്പെടുന്ന അൻവറിനാണ്. അൻവർ എന്ന് പറയുന്ന ഒരാൾ കാരണമുണ്ടായ ഒരു തെരഞ്ഞെടുപ്പ്, അൻവറിന്റെ വലിയ ഇടപെടലുണ്ടായ തെരഞ്ഞെടുപ്പ്, എന്നിട്ടും അൻവറിന്റെ പ്രസക്തി എത്രമാത്രം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്, രാഷ്ട്രീയമായി യാതൊരു പ്രസക്തിയും ഇല്ല എന്നുള്ള ഒരു നിലയിലേക്ക് പോകുന്നു. കാരണം തീവ്ര മുസ്ലിം നിലപാടുകൾ നിലമ്പൂരിൽ പച്ചയ്ക്ക് വിളിച്ചു പറയുകയാണ് അൻവർ. ശരിയല്ലേ? തീർച്ചയായിട്ടും അൻവറിനെ സംബന്ധിച്ച് അൻവറിന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു വിഷയമാണ്. അൻവറിന് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയവുമില്ല. അതായത് ജനങ്ങളുടെ പക്ഷത്ത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും അവര് എന്തർത്ഥത്തിലാണെങ്കിലും അവർ ജനങ്ങളുടെ ചില വിഷയങ്ങളെങ്കിലും പറയും, അല്ലെ? ഇവിടത്തെ അൻവർ പറയുന്ന രാഷ്ട്രീയത്തിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട എന്താ വിഷയമുള്ളത്? ജനങ്ങളുടെ തൊഴിലില്ലായ്മയുണ്ടോ? ജനങ്ങളുടെ വിലക്കയറ്റമുണ്ടോ? ജനങ്ങളുമായി ബന്ധപ്പെട്ട പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ വിഷയങ്ങളുണ്ടോ? ഒന്നും തന്നെ അൻവറിന്റെ രാഷ്ട്രീയത്തിലേ ഇല്ല. അൻവർ ആകെ കൂടെ പറഞ്ഞത് പിണറായി വിജയനെതിരെ കുറച്ച് തെറി പറഞ്ഞു. പിന്നെ പോലീസ് അൻവർ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ചേർത്താണ് പോലീസിന്റെ വിഷയങ്ങൾ പറഞ്ഞത്. അതല്ലാതെ ഒന്നും തന്നെ അൻവർ പറഞ്ഞിട്ടില്ല. അൻവർ പിന്നെ UDF-ലേക്ക് കയറുന്നതിന് വേണ്ടി ശ്രമിച്ചു. UDF-ലേക്ക് കയറുമ്പോൾ ശ്രമിച്ച ഒരു മര്യാദ കാണിച്ചില്ല. UDF അതിൽ ലാസ്റ്റ് എടുത്ത നിലപാട് വളരെ ശരിയായിരുന്നു എന്ന് കേരളത്തിന്റെ സമൂഹം ഒന്നടങ്കം ഇപ്പൊ പറയാണ്. കാരണം നമ്മൾ നിർത്തിയ ഒരു സ്ഥാനാർത്ഥിയെ രാത്രിയും പകലും രാവിലെയും വന്ന് ചീത്ത പറയുന്ന ഒരാളെ എങ്ങനെയാണ് ഒരു UDF-നായാലും ഏതൊരു കക്ഷിക്കാണെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്നത്? അതൊരു മിനിമം ജനാധിപത്യ രീതിയാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ ഒരു കാരണവശാലും വ്യക്തിപരമാണ് അയാൾ പരിപൂർണമായി ഞാനെന്ന ഭാവം ആണ് അൻവറിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അൻവറിന് ഒരു പ്രസക്തിയും ഉണ്ടായില്ല. അൻവറിനെ പ്രസക്തമാക്കിയത് CPM-ന്റെ സംഘടനാ സ്ട്രക്ചർ മാത്രമാണ്. പിന്നെന്താ, അൻവറിന് ആദ്യം മുതലുള്ള അൻവറിന്റെ കെട്ട് എന്ന് പറയുന്നത് തീവ്ര മുസ്ലിം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ്. അൻവർ പരിപൂർണമായിട്ടുള്ള തീവ്ര മുസ്ലിം രാഷ്ട്രീയം പറഞ്ഞു എന്ന് പറയുന്നതിനും പ്രചരിപ്പിക്കുകയും ഈ തെരഞ്ഞെടുപ്പിലും അത് അയാൾ മേൽക്കൈയിലേക്ക് കൊണ്ടുവന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇന്നലെ മിനിയാന്നോ അൻവർ പറഞ്ഞത്. അതായത് നമ്മളുടെ എതിർ സ്ഥാനാർത്ഥി ആര്യാട മുഹമ്മദ്, അല്ലെ? ആര്യാട ഷൗക്കത്ത് പാഠം 1 വിലാപം എന്ന് പറഞ്ഞ സിനിമ എടുത്ത് ആദ്യത്തെ ആളുടെ പത്രസമ്മേളനത്തിൽ ഷൗക്കത്തിനെതിരായിട്ട് പറയുന്നത് പാഠം 1 വിലാപം എന്ന ഒരു സിനിമ എടുത്ത ആണെന്നും മുസ്ലിം വിഭാഗത്തിനെ മുഴുവൻ അതിലെ സ്ത്രീകൾക്ക് വേണ്ടി വാദിച്ച ഒരാളാണെന്നും മുസ്ലിമിലെ ശൈശവ വിവാഹത്തിനെ അനുവദിക്കാത്ത ഒരാളാണ് എന്ന നിലയിലേക്കുള്ള ഫസ്റ്റ് പ്രചരണമാണ് അദ്ദേഹം കൊടുത്തത്. അത് നിങ്ങളൊന്ന് ആലോചിക്കണം, എവിടെ നിന്നാണ് അൻവർ ഇപ്പോൾ വന്നത്? ഇപ്പോൾ വന്നത് LDF-ൽ നിന്നല്ലേ? അപ്പൊ LDF-ൽ നിന്ന ഒരാള് സ്ത്രീകളെ സംബന്ധിച്ച് ഒരു ഈക്വാലിറ്റിക്ക് വേണ്ടി പറയുന്ന ഒരു പ്രസ്ഥാനമല്ലേ LDF. ആ പ്രസ്ഥാനത്തിൽ വന്ന ഒരാൾ പാഠം 1 വിലാപത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ മുസ്ലിം പെൺകുട്ടികളെ ഈ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ മുസ്ലിമിലെ ഈ യാഥാസ്ഥിക ഈ അതിന്റെ നേതൃത്വം നൽകുന്ന പൗരോഹിത്യം അതുമായി ബന്ധപ്പെട്ടുള്ള വിവാഹം കഴിക്കണമെന്ന് അവർ നിർബന്ധം പിടിക്കുന്നുള്ള. അപ്പം നമ്മളുടെ രാജ്യത്ത് ബാല്യവിവാഹത്തിനെതിരെ നിയമം ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ഉണ്ടായതാണ്. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെല്ലാം ഈ ബാല്യവിവാഹത്തിനെതിരായിട്ടുള്ളൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്ന. പിന്നെ ജനാധിപത്യവൽക്കരിക്കുന്ന ഈ സമൂഹത്തിൽ സ്ത്രീകളുടെ ഈക്വാലിറ്റി പറയുന്ന സമൂഹത്തിൽ ഇപ്പം നമ്മൾ 21 വയസ്സായി. അപ്പോഴും 18 വയസ്സിന് താഴെ 9 വയസ്സ് 10 വയസ്സായിട്ടുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്ന കേരളം ഇത്രയും ഡെവലപ്പ് ചെയ്ത്, മലപ്പുറം പോലുള്ള ഒരു ജില്ല പോലും വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് സ്ത്രീകൾ വലിയ രീതിയിൽ വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് വീണ്ടും എന്തിനാണ് കുട്ടികളെ ഈ വിവാഹം കഴിക്കുന്നത്? ഒന്നേ കാര്യമുള്ളൂ. ഈ വിവാഹം കഴിക്കുന്ന ആണുങ്ങളുടെ സെക്ഷൽ സംതൃപ്തി മാത്രമേ അതിലുള്ളൂ. അതല്ലാത്ത മറ്റൊരു കാര്യവും അതിലില്ല. മനസ്സിലായേ? അങ്ങനത്തെ ഒരു കാര്യത്തിന് അത് ഈ ആര്യാട മുഹമ്മദ് ഷൗക്കത്ത് ചെയ്ത ആളാണെന്ന് പറഞ്ഞാൽ ആദ്യത്തെ പത്രസമ്മേളനം. പിന്നെ ഉള്ളത് മുസ്ലിങ്ങൾക്കെതിരാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന നിലയിലുള്ള പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അയാൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് വന്നതും തീവ്ര ഇപ്പം സാധാരണ രീതിയിൽ കാന്തപുരത്തിനെ പോലുള്ള ആളുകൾ LDF-നെ സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെ ഇടതുപക്ഷ നിലപാടെടുക്കുന്നു. ഇപ്രാവശ്യം കാന്തപുരവും ഒരു കോൺഗ്രസ് അനുകൂല ഒരു നിലപാടെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ടായിരിക്കുന്ന സന്ദർഭത്തിലാണ് പൂർണ്ണമായും STP അടക്കമുള്ള
തീവ്ര മുസ്ലിം വർഗീയ ശക്തികളെ ശക്തിപ്പെടുത്തുന്ന രാഷ്ട്രീയ നിലപാട് വെച്ച് അൻവർ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വന്നിരിക്കുന്നത്. അത് ഒരു കാരണവശാലും കേരളത്തിൻ്റെ രാഷ്ട്രീയ സമൂഹത്തിന് അംഗീകരിക്കാനേ പറ്റുന്ന ഒരു കാര്യമേ അല്ല. തീർച്ചയായിട്ടും നിലമ്പൂർ അതിനെ തള്ളുക തന്നെ ചെയ്യും. നിലമ്പൂർ അത്ര ചെറിയ രാഷ്ട്രീയ ബോധമുള്ള ഒരു മണ്ഡലമല്ല. നല്ല രാഷ്ട്രീയ ബോധമുള്ള ജനാധിപത്യവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. അവിടെ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചുകൊണ്ട് മാത്രമാണ് അൻവറിന് രണ്ടാമത് ജയിക്കാനായിട്ട് കഴിഞ്ഞത്. ആദ്യത്തെ ഘട്ടത്തിലും അൻവറിന്റെ ഈ സംസാരത്തിൽ നിന്ന് സ്വാധീനത്തിൽപ്പെട്ട് ബൾക്കായിട്ടുള്ള ഒരു സപ്പോർട്ട് ഈ തീവ്ര മുസ്ലിം വിഭാഗത്തിൽ നിന്നും ബൾക്കായിട്ടുള്ള സപ്പോർട്ട് CPMന്റെ തന്നെ അടിത്തട്ടിൽ നിന്ന് കിട്ടിയതുകൊണ്ടാണ് അൻവർ ആദ്യത്തെ പ്രാവശ്യം ജയിച്ചത്. ഇപ്പം ഇവിടെ നോക്കുമ്പോഴും ആര്യയുടെ ഷൗക്കത്തിന് കഴിഞ്ഞ പ്രാവശ്യം 1500 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് തോറ്റുപോയത്. ഇനി അങ്ങനെ പറയുമ്പോഴും ഈ നിലമ്പൂരിനെ സംബന്ധിച്ച് ഇപ്പോൾ CPM ഒരു നിലപാടെടുത്തിട്ടുണ്ട്. താഴെത്തട്ടിലുള്ള ഒരാളും അൻവറുമായി കോണ്ടാക്ട് ചെയ്യരുത്. കാരണം എന്താ, LDFന്റെ എല്ലാ ഘടകങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധം അൻവറിനുണ്ടായിരുന്നു ഈ അടുത്ത ദിവസം വരെ. അൻവറിന്റെ കൂടെ പോയി അൻവർ ആദ്യത്തെ സമ്മേളനം വന്ന് ഒറ്റയ്ക്ക് നടത്തിയപ്പോഴും CPMന്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ആളുകളും ലോക്കൽ കമ്മിറ്റിയായിട്ടുള്ള ആളുകളൊക്കെയാണ് ഇയാൾക്ക് സ്വാഗതം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ അൻവർ സ്ഥാനാർത്ഥിത്വം കൊടുക്കുമ്പോൾ ഭയപ്പെടേണ്ടത് CPM തന്നെയാണ്. CPMും LDFും ഭയപ്പെടുക തന്നെ വേണം. കാരണം അൻവർ അയാളുടെ കുശാഗ്ര ബുദ്ധി കൊണ്ട് വോട്ട് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുക CPMന്റെ തന്നെയാണ്. കാരണം അൻവർ അന്ന് മത്സരിച്ച സമയത്ത് തോറ്റുപോയതും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയല്ലേ, വളരെ കുറഞ്ഞ വോട്ടാണ് അന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അൻവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളം പോലുള്ള ഒരു സൊസൈറ്റിയിൽ കൃത്യമായും പിന്തള്ളേണ്ട, ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലാത്ത രാഷ്ട്രീയമായിട്ടുള്ള ഒരു എന്താ പറയുക ഏകാധിപതി എന്ന നിലയിലേക്ക് വളർന്നുപോയ സ്വന്തം ഞാനെന്ന ഭാവം കൊണ്ട് ഏകാധിപത്യത്തിലേക്ക് വളർന്നുപോയ ഒരാളാണ്. ഈ ദിവസങ്ങളിലെല്ലാം അയാളുടെ യഥാർത്ഥ സ്വഭാവം ഈ പുറത്തേക്ക് വന്നിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും നിലമ്പൂർ അദ്ദേഹത്തിന് ഇപ്പോൾ എന്താ പറയുക 70,000 വോട്ട് എനിക്ക് കിട്ടുന്നൊക്കെ തള്ളാണ്. ഇന്നലെ വന്ന് മറ്റേ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിനിധി പല ചർച്ചകളിലും പറയാണ് അയാൾ ജയിക്കും, പിന്നെ എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കാൻ വേണ്ടിയാണല്ലോ നിൽക്കുന്നത്. അപ്പം അതും അവർ ഭയങ്കര ആത്മവിശ്വാസം എടുക്കുന്നത്. ഇതിൽ ആരെയൊക്കെ ചതിച്ചു? സ്വന്തം പാർട്ടിനെ, അത് തൃണമൂൽ കോൺഗ്രസിന്, ആദ്യം CPMനെ ചതിച്ച്. അയാൾ CPMനെ ചതിച്ചാണല്ലോ LDFന്റെ ലീഡർഷിപ്പിനെതിരായിട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാണ് അയാൾ ഒരു സ്വന്തം അസ്തിത്വം എന്ന രീതിയിൽ റീഗെയിൻ ചെയ്യാൻ ശ്രമിച്ചത്. അതിനുശേഷം തൃണമൂൽ കോൺഗ്രസിന് ചതിച്ചു, ആം ആദ്മി പാർട്ടിനെ ചതിച്ചു. കാരണം അയാൾക്കറിയാം അയാൾ കൊടുക്കുന്ന നോമിനേഷനിൽ 10 പേര് വേണമെന്ന് ആർക്കറിയാത്തത്. അയാൾ എത്ര പ്രാവശ്യം MLA ആയിട്ട് മത്സരിച്ചതാണ്, അയാൾക്കറിയാത്തതല്ല. അയാൾ മനഃപൂർവ്വം 8 പേരെ അയാൾ ഉൾപ്പെടുത്തി, 10 പേരെ ഉൾപ്പെടുത്താതെ അത് തള്ളിച്ച് തൃണമൂൽ കോൺഗ്രസിനെയും വഞ്ചിച്ചു. അത് കഴിഞ്ഞിട്ട് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പാവം ആം ആദ്മിക്കാർ വന്ന്, ആ ആം ആദ്മിക്കാർ എന്നിട്ട് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഇയാൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ബൈറ്റും കൊടുത്തു. അത് കഴിഞ്ഞ് ഇപ്പം സംസ്ഥാന പ്രസിഡന്റ് ദേശീയ നേതൃത്വം പറഞ്ഞു അൻവറിനെ പിന്തുണയ്ക്കരുതെന്ന് പറഞ്ഞ് ഈ ഒരു ആഴ്ച കൊണ്ട് അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എത്ര ആളുകളെയാണ്, എത്ര സംഘടനകളെയാണ് അൻവർ ചതിച്ചത്. ഇന്നിപ്പോൾ അയാൾ ഞാൻ സ്വതന്ത്രൻ തന്നെയാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുക. തൃണമൂൽ കോൺഗ്രസിനും മിനിമം ചില അച്ചടക്കങ്ങൾ ഉണ്ടാവും. ആ അച്ചടക്കത്തിന് പോലും നിൽക്കാൻ അയാൾ തയ്യാറില്ല. ഇപ്പം അയാൾക്ക് വേണ്ടി പ്രസംഗിക്കാൻ മമതാ ബാനർജിയും വരില്ല, ആരും വരില്ല. ഇങ്ങനെയുള്ള ഒരു നമ്മുടെ നാട്ടിൽ പിള്ളേർ പറഞ്ഞത് തേക്കൽ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന ഒരാളെ കേരളം പിറന്തള്ളുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.